ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഞാനിന്ന് ഒരു അപ്പവും മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതേ കപ്പിന് തന്നെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് തേങ്ങാവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വെള്ളം പോരായക തോന്നുമ്പോൾ വീണ്ടും ഒഴിച്ച് കൊടുത്ത് പാകത്തിന് ഒന്ന് ജസ്റ്റ് ഇളക്കി എടുത്ത് വെക്കണം. അപ്പോൾ വെള്ളം പോരാന്ന് തോന്നി, അപ്പോൾ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 1/2 കപ്പും കൂടി. വെള്ളം പോരായക തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൊത്തം 2.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നിങ്ങളെടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ ഒക്കെ അനുസരിച്ചിരിക്കട്ടെ വെള്ളത്തിൻ്റെ അളവ് നോക്കി വേണം ഒഴിക്കാൻ. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരണം. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ മാറ്റം വരിക വെള്ളത്തിൻ്റെ, അതിൽ കൂടുതലൊന്നും മാറ്റം വരില്ല കേട്ടോ. ഞാനിവിടെ 2 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു വിസ്കോ കയ്യിലോ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ, 2 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വലിയ അല്ലി അറിഞ്ഞതുകൊണ്ട് 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയാണ് പൊടികളായിട്ട് വേണ്ടത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശേഷം കാഷ്യൂ ഇട്ട് കൊടുക്കുക. കാഷ്യൂ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ, അത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടുതലുണ്ട്, അത്ര തന്നെ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വലിയ അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് പച്ചമുളക് അല്ലാത്ത ഉള്ളി, തക്കാളി, ബീട്രൂട്ട് ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ചെറിയ കൈപ്പിടി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങയൊക്കെ അതിൽ ആ എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികളാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പൊടികളൊന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയുടെ ഇലയും കൂടിയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ 1-2 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് 2 മിനിറ്റ് വഴറ്റി കൊടുക്കൽ കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടിത് ചൂടാറാൻ വെക്കണം. ചൂടാറിയ ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആ സമയം തന്നെ ഞാൻ 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ
1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാല അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇല്ലേ, അതുകൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ സമയത്ത് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇതോടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ പുഴുങ്ങി വരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അധികം പണികളൊന്നുമില്ല, കഴിഞ്ഞു. നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഫൈനലി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെള്ളപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ മാവ് എന്തായി നോക്കിയാലോ. ഞാൻ ഒരു 6 മണിക്കൂറിന് ശേഷമാണ് മാവ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മാവൊക്കെ പുളിച്ച് പൊന്തി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പാകത്തിനുള്ള പുളിയൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു കാഴ്ച ചെയ്തിട്ടില്ലേ. നമ്മൾ മാവൊക്കെ അരച്ച് വെച്ച് മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി അല്ലേ. ഞാനിപ്പോൾ ഇത് വെള്ളപ്പച്ചട്ടിയിലാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ഒന്ന് ഹോൾസ് വന്നിങ്ങനെ പൊട്ടിയ ശേഷം ആണ് മൂടി വെച്ച് വേവിക്കേണ്ടത്. മൂടി വെച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് നമ്മുടെ അപ്പം റെഡിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2-3 ചുടുന്നത് കാണിച്ചിട്ടുണ്ട്. മാവ് ഒഴിക്കുമ്പോൾ വലിയ കയ്യിൽ ഒരുപാട് തോനെ മാവൊന്നും കോരി ഒഴിക്കരുത്. കുറേശ്ശെ മാവ് ഒഴിച്ച് കനം കുറച്ച് വേണം ഇത് ചുട്ടെടുക്കാൻ കേട്ടോ. ഒഴിക്കുന്ന സമയത്ത് ചട്ടിക്ക് നല്ല ചൂടുണ്ടാവണം, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഒഴിച്ച് ഈ ബബിൾസൊക്കെ വന്ന് പൊട്ടിയ ശേഷം നമ്മൾ മൂടി വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് 1-2 മിനിറ്റ് അത്രയും മതി. അങ്ങനെ ശ്രദ്ധിച്ച് ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും നമ്മുടെ അപ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിനാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഈ അപ്പം ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗമൊന്നും കരിഞ്ഞ കളറൊന്നും ആയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.